ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കുറേ നാൾ മുമ്പ് അതായത് ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് കുറേ നാളത്തേക്ക് ഞാനൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ വരുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുടി ഒഴിഞ്ഞായിരുന്നു. മുടിയൊക്കെ ഓൾമോസ്റ്റ് ഒരു മുട്ടയായ പോലെയൊക്കെ നമുക്ക് മേളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലയോട്ടി കറക്റ്റായിട്ട് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേണേൽ കുറച്ച് ക്ലിപ്സൊക്കെ, അതായത് ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു എൻ്റെ തലയിരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചത് റോസ്മേരി വാട്ടർ ആണെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയർ കൂടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് മോർണിംഗ് ഞാൻ എണീക്കുമ്പോൾ എന്തൊക്കെ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്, പിന്നെ നൈറ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഉച്ചയ്ക്കൊന്നും അങ്ങനെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മോർണിംഗ് ആൻഡ് നൈറ്റ്, ആ ഒരു 2 ടൈമിലാണ് ഞാൻ സാധാരണ സ്കിൻ കെയർ ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ ഈ എങ്ങനെയാണ് ഞാൻ ഈ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്, അതായത് ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും വയ്ക്കേണ്ട, നമുക്ക് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഗായ്സ്, എൻ്റെ ഹെയർ കെയർ തന്നെ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 പ്രോഡക്റ്റുകളാണ് വേണ്ടത് കേട്ടോ. ഇതൊന്ന് നമ്മുടെ ഹെഡ് മസാജറും ഇത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു റോസ്മേരി വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഫേക്ക് പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ പർപ്പിൾ ആപ്പിൽ നിന്ന് തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം മേടിക്കുമ്പോഴത്തേക്കും പർപ്പിളിലാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക. അപ്പോൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ തന്നെ മേടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മീൻസ് നിങ്ങളുടെ കയ്യിൽ റോസ്മേരി ലീവ്സ് ഉണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കിപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് മടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഒരു ഹെഡ് മസാജർ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യും. മസാജ് ചെയ്തതിന് ശേഷം ഇതിലൊരു ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കി വെച്ചതിന് ശേഷം ആദ്യം ഇതിങ്ങനെ ഞാൻ നന്നായിട്ട് സ്പ്രേ ചെയ്യും. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇത് സ്പ്രെഡ് ആക്കും. ഇനി നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ഈ ഹെഡ് മസാജർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യും. അതിന് ശേഷം ഈ ഒരു ഹെഡ് മസാജറില്ലേ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞാൻ മോർണിംഗ് എണീറ്റ് വരുമ്പോഴും ചെയ്യും. അതായത് നമ്മുടെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ രാത്രി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ കെയർ ഉണ്ടല്ലോ, ആ സ്കിൻ കെയർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സെയിം സംഭവം ഞാൻ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. അപ്പം എൻ്റെ ആദ്യം എന്തായിരുന്നു എൻ്റെ ഹെയർ, അതായത് ഹെയറിൻ്റെ കണ്ടീഷൻ, അതായത് നമുക്ക് ഈ ബേബി ഹെയർ നമ്മുടെ ഈ മുടിയൊക്കെ കൊഴിയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ മുട്ടയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് വട്ടത്തിൽ മുടി കൊഴിയുക, അല്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയുക, അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ മുടി ഒട്ടും ഇല്ലാത്ത അവസ്ഥ, അങ്ങനത്തെ കുറേ അവസ്ഥകളുണ്ടല്ലോ, പലർക്കും പല രീതിയിലാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഏതൊരു സ്റ്റേജിലേക്കാണ് എത്തിയെന്നുള്ളത് 2 ഫോട്ടോ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും എനിക്ക് എന്തോരം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, ഇപ്പം എന്തോരം കുറഞ്ഞു എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ റോസ്മേരി വാട്ടർ, അതായത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് അതിനകത്ത് കിട്ടിയ റിസൾട്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഞാൻ വെറും 2.5-3 ആഴ്ചയോളമാണ് ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ളത്. 3 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, അതായത് ഏകദേശം ഒരു 3 ബോട്ടിൽ വേണ്ടി വരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിപൊളി റിസൾട്ട്. നിങ്ങൾക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉപയോഗിച്ചോളുക, നല്ല രീതിക്ക് അത് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു റോസ്മേരി വാട്ടർ റോസ്മേരി വാട്ടർ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഗായ്സ് എൻ്റെ അത്ര ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കിൻ, അതായത് പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ക്ലിയർ സ്കിൻ, അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പ് ഒന്നും അല്ല. പക്ഷേ ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തുണ്ടായിരുന്ന കുരു ഉണ്ടല്ലോ, നമ്മൾ ഈ കണ്ടാൽ നമുക്കൊരു അറപ്പ് തോന്നത്തില്ലേ ചിലപ്പോൾ, ഈ ഒരുപാട് കുരുവൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പൊട്ടി പഴുത്ത് ചീഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥ വരികയില്ലേ, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്കിന്നിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്കിൻ ടൈപ്പിലേക്ക് എത്തിയത്. അത്യാവശ്യം കുറച്ചുകൂടെ കളറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പണ്ട് ഭയങ്കര ഡസ്കി സ്കിന്നായിരുന്നു, ഇപ്പോൾ ഒരു ഇത്തിരി കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എനിക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ എന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു നല്ലൊരു ഭയങ്കര അടിപൊളി സ്കിന്നല്ല, പക്ഷെ എന്നാലും നല്ലൊരു സ്കിൻ ടൈപ്പ് ഇപ്പം എനിക്കുള്ളത് എന്ന് വെച്ചാൽ നല്ലൊരു സ്കിന്നുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരിക്കലും ഞാൻ ഒഴിവാക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് വാഷ് ആണ്. സെക്കൻഡ്, ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും സ്ക്രബ് ചെയ്യാറുണ്ട്, പിന്നെ ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട്. ഇപ്പം ഈ 3 കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് സിറംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ സിറംസ് എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. കറൻ്റ്ലി ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. എനിക്കത് എത്രത്തോളം ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റണില്ല. കാര്യം കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്നാലും അത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ സ്കിൻ ഇച്ചിരി കൂടെ ഒരു എന്താ പറയുക ഒരു ഷൈനിങ്ങും എന്താ പറയുക കുരുവൊക്കെ കുറച്ചുകൂടെ കുറയാനൊക്കെ തുടങ്ങിയത്. നേരത്തെ ഞാൻ സിറംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും ഒരു സ്കിന്ന് കൊള്ളാം എന്ന് വെച്ചാൽ കുരുവൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് പോകുന്നു അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക്, അതായത് ഈ കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കുരു എന്ന് പറയുന്ന സംഭവം വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു സംഭവം. അതായത് അത് വന്നാൽ 1, 2 ജസ്റ്റ് ഒരെണ്ണം മാത്രം, അങ്ങനത്തെ ഒരു രീതിക്കാണ് വരുന്നത്. പണ്ട് എനിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖം ഫുള്ള് കുരുവായിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം അതെല്ലാം മാറി ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ പല്ല് തേച്ചിട്ട് എണീറ്റ് വന്നിട്ട് പല്ല് തേച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെയ്യുന്നൊരു സംഭവമാണ് ഫേസ് വാഷ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഇപ്പം ഞാൻ എത്ര പ്രാവശ്യം പറയുന്നത് എനിക്കറിയത്തില്ല. അക്വലോജിക്കയുടെ ഈ ഒരു ഫേസ് വാഷാണ് ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുകൂടെ ഞാൻ പറയാം, അക്വലോജിക്ക ഗ്ലോ പ്ലസ് സ്മൂത്തി ഫേസ് വാഷും. ഇതും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇതിന് ഈ ഒരു 20 ഗ്രാമിൻ്റെ പ്രോഡക്റ്റിന് 149 രൂപയാണ് കേട്ടോ. അപ്പം എന്തായാലും അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതിൻ്റെ വലിയൊരു 100 ഗ്രാമിൻ്റെ ഇതിനാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല, നമുക്ക് ഓയിലി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് മാസ്ക് ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 2 തവണ 3 തവണയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ഉപ്ടൻ ഫേസ് മാസ്ക് എടുക്കുക, അതിൻ്റെ അകത്തോട്ട് തൈര് ഒഴിക്കുക അല്ലെങ്കിൽ പാൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ പാലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പാലെടുക്കുക, തൈരാണെന്നുണ്ടെങ്കിൽ തൈര് എടുക്കുക. അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രീം ഓയിലി ആണെന്നുണ്ടെങ്കിൽ പാലെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തൈര് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ഇട്ടതിന് ശേഷം സ്ക്രബ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രബ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് മാസ്ക് ഇടുക. ഞാൻ സ്ക്രബ് ഇടുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് എന്നിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അതായത് നമ്മുടെ ഉപ്ടൻ ഫേസ് മാസ്ക് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഫൈനൽ റിസൾട്ട്. അതായത് പെട്ടെന്ന് ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകാനായിട്ട് ഈ ഒരു ഫേസ് മാസ്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഉപ്ടൻ ഫേസ് മാസ്ക്. ഇനി അതിപ്പം
പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കുന്നതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ സ്നെയിൽ മ്യൂസിൻ. ഇത് ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്നാണ് കേട്ടോ. പർപ്പിളിൽ നിന്ന് എന്തൊക്കെയോ 1400 സംതിങ് എന്തോ ആയിരുന്നു. എന്തൊക്കെയോ ഡിസ്കൗണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് 1300 സംതിങ് എന്തോ രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇതിങ്ങനെ ഞാൻ 2 പമ്പ് എടുക്കും. ജസ്റ്റ് ആദ്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യും. ഉണ്ടോ, ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെയിം സാധനം തന്നെയാണ് കേട്ടോ. അതായത് ഇതാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ രാവിലെയും രാത്രിയിലും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും